പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്ത പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, തുടർമാനമായിട്ട് കർത്താവെ ക്ലാസ്സുകൾ എടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തെ അതിൻ്റെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ദൈവാത്മാ ചെയ്താട്ടെ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മള് കഴിഞ്ഞ ആഴ്ചകാലം ചിന്തിച്ചത് സ്നാനത്തെ കുറിച്ചായിരുന്നു. രക്ഷയും സ്നാനവും ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് യോഹന്നാൻ നൽകിയ സ്നാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ തന്നെ യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ക്രിസ്തീയ സ്നാനത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ചിന്തിച്ചു. സ്നാനപ്പെടുന്നത് എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അല്പം കൂടെ വിശദീകരിച്ച് ഇന്ന് രാത്രി നമ്മൾ ആ ഭാഗം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ എടുത്ത് ചിന്തിക്കാനായിട്ട് പോവുക. മർക്കോസിന്റെ സുവിശേഷം 16, മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 16. അവിടെ നമ്മൾ വായിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പം സ്നാനം ആവശ്യമാണോ, സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ, രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കലേക്കാണ് നമ്മൾ വരുന്നത്. ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രണ്ട് കാര്യങ്ങൾ: ഒന്ന് വിശ്വസിക്കുക, രണ്ട് സ്നാനപ്പെടുക. വിശ്വസിച്ചാൽ മാത്രം പോരാ, മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെടണം. സ്നാനപ്പെട്ട എന്ത് ചെയ്യും? വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന്റെ അടുത്ത വാക്ക് പറയാണ്, വിശ്വസിക്കാത്തവർ എന്ത് ചെയ്യും? ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പം രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, സ്നാനപ്പെട്ടില്ലെങ്കിൽ, ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ, സ്നാനമേറ്റില്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ കാരണമായി തീരും. ഈ മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിന് ഉണ്ടാകുന്ന ഒരു രൂപാന്തരമാണ്. അതിലൂടെ വചന കേൾവിയിലൂടെ മാനസാന്തരം സംഭവിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ആ സ്നാനത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് രക്ഷ പൂർണ്ണമാകുന്നത്. പിതാവിന്റെ വാക്ക് സ്നാനപ്പെട്ടില്ലെങ്കിൽ പിതാവിന്റെ വാക്ക് അനുസരിക്കാത്ത ഒരു മകനെ പോലെയാണ്. എന്ന് വെച്ചാൽ പിതാവ് വെച്ചിരിക്കുന്ന നന്മയ്ക്കകത്ത്, പിതാവ് വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിനകത്ത് സ്നാനപ്പെടാത്ത ഒരാൾക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. ഇവിടെ പറയുകയാണ്, ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ഇടയായിത്തീരും. സ്നാനപ്പെട്ടില്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനായിട്ട് ഇടയായിത്തീരും, ശിക്ഷിക്കപ്പെടും. സാത്താൻ വെച്ചിരിക്കുന്ന വിധിക്കകത്ത് സ്നാനപ്പെടാത്ത ഒരു വ്യക്തി അകപ്പെടുമെന്ന് വ്യക്തമായിട്ട് നമ്മളിവിടെ പഠിപ്പിക്കുക. ചൂടെ അത് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകും. സ്നാനത്തിന് വ്യവസ്ഥകളുണ്ട്. സ്നാനത്തിന് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയിലേക്ക് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 90. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 90. സ്നാനത്തിന്റെ വ്യവസ്ഥകളിലേക്ക് നമ്മൾ വരികയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഇവിടെ വ്യക്തമായി പറയുന്നു, ഇതിന്റെ വ്യവസ്ഥ ഇതാണ്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിച്ചും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്
സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് പിതാവിന്റെ എങ്ങനെയാ സ്നാനപ്പെടുത്തുന്നത് ചോദിച്ചാല് ഇവിടെ പറയുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ വ്യവസ്ഥ അങ്ങനെയാണ്. അതല്ലാത്ത ഒരു സ്നാനവും വേദപുസ്തകം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് വേദപുസ്തകമാണ്. അടുത്ത വ്യവസ്ഥയിലേക്ക്, സ്നാനത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഉദ്ധരിക്കുന്ന മുഴുവൻ റെഫറൻസുകളും വേദപുസ്തകത്തിൽ നിന്നാണ്. വേറെ ഒരു പുസ്തകവും നമ്മൾ ഈ ഒരു കാര്യത്തിനകത്ത് റെഫർ ചെയ്യുന്നില്ല. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 38, 39 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Acts chapter 8, 38, verse 38, 39. അങ്ങനെ അവർ തീർന്നെത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവരെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. വളരെ വ്യക്തമായി ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഗത്തിലേക്കാണ് വരുന്നത്. ഫിലിപ്പോസ്, ഷണ്ഡൻ ഫിലിപ്പോസിനോട് പ്രവാചകൻ 34 മുതൽ വായിക്കാമോ? 34 മുതൽ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അടുത്തത്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ അതിന്റെ ഉത്തരം, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അങ്ങനെ അവർ തീർന്നെത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അപ്പം എങ്ങനെയാ സ്നാനം നടത്തേണ്ടതെന്നുള്ള ആ രൂപം അവിടെ പറയുകയാണ്. ഇരുവരും എന്ത് ചെയ്തു? വെള്ളത്തിലിറങ്ങി. ആരും എടുത്തിറക്കുകയല്ല, സ്വയമേ എന്ത് ചെയ്യാണ്? വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ അവനെ എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. ആരെ സപ്പോർട്ടില്ല. അവൻ അവനെ എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അപ്പം വ്യവസ്ഥകൾ ഒന്നാമത് പറയുകയാണ്, വെള്ളത്തിലിറങ്ങി. അത് ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനം നടത്തേണ്ടത്. അപ്പൊ സ്നാനത്തിനകത്ത് തളിക്കലല്ല. സ്നാനം എന്ന് പറയുന്നത് മുങ്ങിയുള്ള സ്നാനമാണ്. വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം അങ്ങനെയാണ്. 8-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ചാപ്റ്റർ 8, 12-13 എടുത്താണ്. വേഴ്സ് 12-13. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാല്, ഈ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്തു? സ്നാനമേറ്റു. ഇതിനകത്തുകൊണ്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? മാറ്റി നിർത്തിയിട്ടില്ല. ഇത് സ്ത്രീകളും പുരുഷന്മാരും എന്ന് വ്യക്തമായിട്ട് പറയാൻ കാര്യം, അന്നത്തെ ഒരു സംസ്കാരത്തിനകത്ത് പുരുഷ മേധാവിത്വം നിലനിന്ന ഒരു സംസ്കാരമായിരുന്നു. അപ്പം പുരുഷന്മാരെ ആയിരുന്നു എന്ത് ചെയ്തത്? കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും പുരുഷന്മാരെ ആയിരുന്നു കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം യേശു കർത്താവ് 5 അപ്പം കൂടെ 5000 പേരെ പോഷിപ്പിച്ചെന്ന് പറയുമ്പോൾ 5000 പുരുഷന്മാരെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് അപ്പം പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ എന്ത് ചെയ്തു? അപ്പം ഈ ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ എന്തുണ്ട്? പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാമത്തെ വാക്യം ഷെയ്ൻ വായിച്ചാട്ടെ. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 41. Those who believe what Peter said were baptized and added to the church that day, about 3,000 in all. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു.
ഇവിടുത്തെ വളരെ വ്യക്തമായി പറയുകയാണ്. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനത്തിന്റെ അകത്ത പ്രസംഗം അവർ ഏറ്റെടുത്തപ്പം അവിടെ സംഭവിച്ച കാര്യം, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് എന്ത് ചെയ്തു? ചേർന്നു. അപ്പം ഇത് 1-2 പേരുടെ അകത്ത് സംഭവിച്ച കാര്യമല്ല, ഇത് വിശ്വസിച്ചവരുടെ എല്ലാ ജീവിതത്തിന്മേല് എന്ത് ചെയ്യുക? ഇത് സംഭവിക്കുകയാണ്. ഇത് ആർക്കും മറച്ചു വെക്കാൻ കഴിയാത്ത വ്യക്തമായ പഠിപ്പിക്കലാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 3000-ഓളം പേര് പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് സ്നാനമേറ്റു. അപ്പം പത്രോസിന്റെ പാരമ്പര്യം പറയുന്ന സഭക്കാരും ഇത് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇതെല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. 3000 പേരാണ് അന്നത്തെ ആ ഒരു പ്രസംഗത്തിനകത്ത് എന്ത് ചെയ്തത്? സ്നാനമേറ്റ് സഭയോട് ചേർന്നത്. അതിനുശേഷം 42-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം ആ ഒരു രീതിയാണ് വേദപുസ്തകം പറയുന്നത്, വേറെ ഒന്നുമല്ല പറയുന്നത്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ഉപദേശം എന്ത് ചെയ്യുക? കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അത് പത്രോസിന്റെ പ്രസംഗം കേട്ട 3000 പേര് സ്നാനപ്പെട്ട ശേഷം സംഭവിച്ച കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സ്നാനം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ മരണത്തോടെ ഐക്യപ്പെടുന്നതിനാണ് സ്നാനം എന്ത് ചെയ്യുന്നത്? ഏൽക്കുന്നത്. കർത്താവിന്റെ അടക്കത്തോട് ഏകീഭവിക്കുന്നതിനാണ് സ്നാനപ്പെടുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിനോട് നമ്മള് അതിനെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുന്നത്. ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 7 verse 30. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഈ തലമുറയിലെ മനുഷ്യരെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇത് 7-ാം അധ്യായം 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 7-ാം അധ്യായം 30-ാമത്തെ വാക്യത്തില് പറയുന്നത് അങ്ങനെയാണ്. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് എന്താക്കി കളഞ്ഞു? വൃഥാവാക്കി കളഞ്ഞു. അപ്പം ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റില്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്യുക? വൃഥാവാക്കി കളയുക. ഇത് പിന്നത്തേത് ചെയ്തെങ്കിൽ ഇത് താമസിപ്പിക്കുന്നവരോട് പോലും വേദപുസ്തകം അതാ പറയുന്നത്. ദൈവത്തെ നീ അംഗീകരിക്കാതെ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന പരീശന്മാരെ കുറിച്ചും ന്യായശാസ്ത്രിമാരെ പോലുമാണ് നിങ്ങൾ. ദൈവത്തിന്റെ ആലോചന ഇതൊരു മനുഷ്യന്റെ ആലോചനയല്ല, ഇത് ഒരു മതത്തിന്റെ പഠിപ്പിക്കലല്ല, ഇതൊരു പാസ്റ്റർമാർ ഉപദേശമല്ല. ഈ ഉപദേശം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനയാണ്. ആരെങ്കിലും സ്നാനപ്പെടാതെ അല്പം കൂടെ താമസിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ താമസിക്കും തോറും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായാണ് നീങ്ങുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മാത്യു ചാപ്റ്റർ 28 verse 19 and 20 ഒന്ന് വായിക്കാമോ? മാത്യു ചാപ്റ്റർ 28 19 and 20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. വ്യക്തമായിട്ട് പറയാണ്, ഇത് യേശു കർത്താവിന്റെ കൽപ്പനയാണ്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുക? കൽപ്പിക്കുകയാണ്. കൽപ്പന എന്ന് പറയുമ്പോൾ ഒരു രാജകീയ അധികാരമുണ്ട് കൽപ്പനയ്ക്കകത്ത്. ഒരു മനുഷ്യൻ പറയുന്നതാണെങ്കിൽ പറഞ്ഞു എന്നേ പറയത്തുള്ളൂ. പക്ഷെ കൽപ്പന എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അധികാരം ഉണ്ട്. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്യണം? പ്രമാണിപ്പാൻ തക്കവണ്ണം. അപ്പൊ ഇത് പ്രമാണിക്കേണ്ടതാണ്. ദൈവത്തിന്റെ കൽപ്പന നമ്മൾ പ്രമാണിക്കേണ്ടതാണ്. അപ്പൊ വ്യക്തമായി പറയുന്നു, ഒന്ന് ദൈവത്തിന്റെ
ആലോചന, ഇതിന്റെ പ്രാധാന്യം പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണ് ഇത്. 2, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മാത്യു ചാപ്റ്റർ 3 verse 13 to 15. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇത് കർത്താവിന്റെ ഒരു മാതൃക. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു. സത്യത്തിലെ യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. പക്ഷെ യേശു കർത്താവിന്റെ സ്നാനം യോഹന്നാനല്ല സംഭവിച്ചതെങ്കിലും അത് മാനസാന്തര സ്നാനമായിരുന്നില്ല. യേശു കർത്താവിന് ഒരിക്കലും പാപമോചനത്തിന്റെ ആവശ്യമില്ല, പാപി അല്ലായിരുന്നു. യേശു കർത്താവിന്റെ സ്നാനം നിസ്തുല്യ സ്നാനമായിരുന്നു. അതൊരു മാതൃകയായി യോഹന്നാനാൽ ഏറ്റ സ്നാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഇത് സകല നീതി എന്ത് ചെയ്യണം, നിവർത്തീകരിക്കപ്പെടണമെന്ന് പറഞ്ഞ് യോഹന്നാനെ കൊണ്ട് സമ്മതിപ്പിച്ച് സ്നാനപ്പെടുകയായിരുന്നു. അപ്പോൾ തന്നെ ആ മാതൃക ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ സംഭവിച്ച കാര്യം, സ്വർഗം തുറക്കുകയും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശു കർത്താവിന്റെ മുകളിലേക്ക് തലയിലേക്ക് ഇറങ്ങി വരികയും ചെയ്ത ഒരു ഭാഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഇതൊരു മാതൃകയാണ്, ഇതൊരു കൽപ്പനയാണ്, ഇതൊരു ആലോചനയാണ്. ഇതെല്ലാം വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. ഇതിനകത്തുനിന്ന് ആർക്കും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയുകയില്ല. 1 പത്രോസ് 3-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 1 Peter chapter 3 verse 21. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. അപ്പം സ്നാനപ്പെടുന്നത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിയുടെ അപേക്ഷയായിട്ടാണ്. അപ്പം ഈ സ്നാനപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തോടൊരു നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ കൊടുക്കാൻ പോലും തയ്യാറല്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്, സ്നാനപ്പെടാതിരിക്കുന്നത്. കാരണം അവര് സ്വയം നീതീകരിക്കുകയാണ്. സ്വയമായിട്ട് നീതീകരിച്ചിട്ട് അവര് പറയുകയാണ്, ഞങ്ങൾക്ക് എന്ത് വേണ്ട, സ്നാനം വേണ്ട. ഒന്നുകൂടെ ആ വാക്യത്തിലേക്ക് വരികയാണ് നമ്മൾ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. അപ്പം പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു ഭാഗം എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, അന്ന് ജനം എന്ത് ചെയ്തു, പെട്ടകത്തിനകത്തൂടെ എന്ത് ചെയ്തു, രക്ഷ പ്രാപിച്ചു. മ്ലേച്ഛത പ്രവർത്തിച്ച് ദൈവത്തിനെ കോപിപ്പിക്കുന്ന രീതിയിൽ ആ ദേശനിവാസികൾ തീർന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു, വലിയ ജലപ്രളയം എന്ത് ചെയ്തു, വരുത്തി അവരെ മുഴുവൻ നശിപ്പിക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. അന്നേരം ആ സമൂഹത്തിനകത്തുനിന്ന് ഒരു 8 പേർ പെട്ടകത്തിനകത്ത് എന്ത് ചെയ്തു, കയറി. അതെന്ത് ചെയ്യാണ്, സ്നാനത്തിന് ഒരു മുൻകുറിയായിരുന്നു. ഇത് പഴയ നിയമ കാലഘട്ടം മുതൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ള ഒന്നായിരുന്നു സ്നാനം എന്നുള്ളത്. ജനത്തെ രക്ഷപ്പെടുത്തണമെന്നുള്ളത്. പല പദ്ധതികളും നോക്കിയിട്ട് ജനത്തെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിനകത്തുനിന്ന് പോലും ജനത്തിന് പൂർണ്ണമായ ഒരു രക്ഷ നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പുതുനിയമത്തിൽ യേശു കർത്താവ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മനുഷ്യാവതാരം എടുത്ത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് കൊടുത്ത കൽപ്പനയും സഭയ്ക്ക് കൊടുത്ത ആലോചനയും സഭയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയും നല്ല മനസാക്ഷിയുടെ ഒക്കെ തെളിവാണ് എന്ത്, സ്നാനം എന്നുള്ളത്. ഈ റെഫറൻസിനകത്തൂടെ വ്യക്തമായിട്ട് നമുക്ക് ഈ സ്നാനം എന്താണെന്നുള്ളത്, എന്തിനു വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് 2 കാര്യങ്ങളാണ്. സ്നാനം എന്തിന് നടക്കുന്നു, അതിന്റെ പ്രാധാന്യം എന്താണ്, സ്നാനത്തിന്റെ വ്യവസ്ഥകൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരികയാണ്. റോമൻസ് ചാപ്റ്റർ 6 verse 3.
യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം ഇതെന്തിനാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ എന്ത് ചെയ്യാനാ? പങ്കാളികളാകുവാൻ സ്നാനമേറ്റു എന്നാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്. പങ്കാളികളാകാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നതാണ് സ്നാനം. അപ്പം നമ്മൾ പോയി വെറുതെ സ്നാനപ്പെടുകയല്ല, വെറുതെ ഒരു വെള്ളത്തിനകത്ത് മുങ്ങിപ്പൊങ്ങുകയല്ല. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ അത് എന്ത് ചെയ്യുന്നു? ഞാൻ അംഗീകരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത്? സ്നാനമേൽക്കുന്നത്. അപ്പം ഇതൊരു ഗ്രൂപ്പുകാരുടെ കാര്യമല്ല, ഇത് വേദപുസ്തകത്തിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കുന്ന തെളിവുകളാണിത്. ഗലാത്യ ലേഖനം 3-27 വാക്യത്തിലേക്ക് വരാം. Galatians chapter 3 verse 27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. വളരെ വളരെ ഗൗരവമേറിയ ഒരു വാക്യത്തിലേക്കാണ് നമ്മൾ ഇനി വരാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞ ആശയം വളരെ ചിന്തനീയമായ ആശയമാണ്. ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്: ക്രിസ്തുവിനോട് ചേരുവാൻ എന്ത് ചെയ്തത്? സ്നാനമേറ്റത്. അപ്പം സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുവാനാണ്, ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതാണ് എന്ത്? സ്നാനം എന്ന് പറയുന്നത്. അപ്പം ഇത് ഏക്കണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നീ സ്നാനപ്പെടുന്നില്ല, ഇതിന്റെ അർത്ഥം നീ എന്ത് ചെയ്യുന്നില്ല? ക്രിസ്തുവിനോട് നീ ചേരുന്നില്ല. നീ ഇപ്പോഴും സാത്താന്യ മണ്ഡലത്തിലാണ്. സാത്താനെ അംഗീകരിച്ച് അവനെ കീഴ്പ്പെട്ടു പോയി. അപ്പം എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ എന്ത് ചെയ്യണ? ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് വെച്ചാൽ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ എന്ത് ചെയ്യുക? എന്നിലൂടെ കാണണം എന്ന് വെച്ചാൽ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് എങ്ങനെ ജീവിക്കാനല്ല. സ്നാനപ്പെട്ട ഒരാള്, ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരാള് നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ ജീവിത രീതി മാറണം, നമ്മുടെ സംസാരങ്ങൾ മാറണം, നമ്മുടെ ഇടപാടുകൾ മാറണം, നമ്മുടെ കൊടുക്കൽ വാങ്ങലൊക്കെ എന്ത് ചെയ്യണം? രൂപാന്തരം ഉണ്ടാകണം. അതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അപ്പം സ്നാനപ്പെട്ട നിങ്ങൾ അബ്രഹാമിയ സന്തതിയുമായി ബന്ധപ്പെടുകയാണ്, ആ വാഗ്ദത്തത്തിന് അവകാശികളായി മാറുകയാണ്. ഇതിനകത്ത് ആരെ മാറ്റി നിർത്താനായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും സ്നാനം എന്താണ്? ആവശ്യമാണ്. ഈ സ്നാനപ്പെടുമ്പോഴാണ് ക്രിസ്തുവേശുവിൽ എന്ത് ചെയ്യുന്നത്? ഒന്നായിത്തീരുന്നത്. ക്രിസ്തുവേശുവിൽ ഒന്നായിത്തീരും. ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലായിരുന്ന നമ്മൾ എങ്ങനെ ബന്ധപ്പെടുന്നെന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയുന്ന ആശയം ഇതാണ്: സ്നാനത്തിലൂടെയാണ് ബന്ധപ്പെടുന്നത്. അബ്രഹാമിയ വാഗ്ദത്തം സ്നാനത്തിലൂടെ ക്രിസ്തുവേശുവിലൂടെ നമ്മളിലേക്ക് എന്ത് ചെയ്യുകയാണ്? എത്തിച്ചേരുകയാണ്. അപ്പം സ്നാനത്തിലൂടെ സ്വർഗീയമായ അനേക അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്നാനത്തോട് മറുതലിച്ച് നിൽക്കുന്നതിന്റെ കാരണം പൈശാചിക തന്ത്രമാണത്, പിശാചിന്റെ പദ്ധതിയാണ്. കാരണം നിനക്ക് ക്രിസ്തുവിലുള്ള വാഗ്ദത്തം ലഭിക്കണ്ട, നീ അത് പ്രാപിക്കണ്ട. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശത്രുവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. കൊലോസ്യലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 verse 12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവൻ
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി എന്ത് ചെയ്യുകയാണ്? അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനോടും പ്രതികരിക്കാനായിട്ട് എന്തില്ല? വ്യവസ്ഥയില്ല. സ്നാനപ്പെട്ട ഒരാൾക്ക് ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയത്തില്ല. കാരണം അവനെ കുത്തിയാ പോലും ചത്ത ഒരുവനാണെങ്കിൽ എന്ത് ചെയ്തില്ല? പ്രതികരിക്കത്തില്ല. അവന് ജീവനില്ലാത്തത് കൊണ്ട്. അപ്പൊ ക്രിസ്തുവിനോട് കൂടി അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുക? അടക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകണം. മാറ്റമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്നാനപ്പെട്ടതുകൊണ്ട് കാര്യമുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 6 3-5. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അപ്പോ സ്നാനപ്പെടുന്നത് ചോദിച്ചാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ് സ്നാനം. ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. ഏതാ? സ്വർഗീയ ജീവൻ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിത്യജീവൻ. ജീവന്റെ പുതുക്കത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ നടക്കണം. പഴയ രീതിയിലുള്ള നടപ്പല്ല, പുതിയ രീതിയിൽ ഒരു മാറ്റത്തിലൂടെ, ഒരു മാനസാന്തരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നടക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ സ്വഭാവം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പുതിയ ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് തയ്യാറാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യത്തിലേക്ക് നമുക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. പിന്നെ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം ഈ സ്നാനം ആർക്കാന്ന് ചോദിച്ചാൽ സകലർക്കും എന്താണ്? ഇത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഓക്കെ, നമ്മള് ഈ ഇതിന്റെ വ്യവസ്ഥകള്, കൽപ്പനകള്, ഉദ്ദേശങ്ങള്, പ്രാധാന്യങ്ങളൊക്കെയാണ് ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയും വേദപുസ്തകത്തിനകത്ത് മത്തായി മുതലുള്ള പുസ്തകത്തിനകത്ത് സ്നാനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റെഫറൻസുകൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. മാക്സിമം റെഫറൻസുകൾ ഞാൻ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. മത്തായി മുതൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അനേക ഭാഗങ്ങളിൽ ഞാൻ ഏകദേശം 100-ലധികം റെഫറൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിലേക്ക് വരിക. മത്തായി സുവിശേഷം 3-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വായിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ കേട്ട് നമ്മൾ റെഫർ ചെയ്ത പല ഭാഗങ്ങളിലൂടെയും വരും. നമ്മളിത് കേട്ടിരിക്കുക മാത്രം ചെയ്യുക. മാത്യു ചാപ്റ്റർ 3 6-16. ആദ്യമായ സ്നാനം നമ്മൾ കാണുന്ന ഒരു ഭാഗത്തേക്ക് വരികയാണ്. അവന്റെ അടുത്ത് അവൻ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് 6-ാം വാക്യം തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് മാത്യു ചാപ്റ്റർ 3 തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവൻ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നു. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്.
ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവന് എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയിലും സ്നാനം ഏൽപ്പിക്കും. യേശുമുറ അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകെടാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇത് നമുക്ക് യേശു കർത്താവിന്റെ സ്നാനവുമായി ബന്ധപ്പെട്ട് മത്തായിയിൽ കാണുന്ന ആദ്യത്തെ ഭാഗമാണിത്. ഇത് യേശു കർത്താവിന്റെ സ്നാനവും യോഹന്നാന്റെ സ്നാനവും യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തെ കുറിച്ച് പറയുന്ന വ്യക്തമായ ഭാഗമാണ്. സർപ്പസന്തതികളെ എന്ന് വിളിച്ച് സ്നാനത്തിലേക്ക്, മാനസാന്തര സ്നാനത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അടുത്തൊരു ഭാഗമുണ്ട്. യേശു കർത്താവിന്റെ അധികാരത്തെ ഉറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 21-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 25. അതിൽ 23 മുതൽ വായിക്കാം. അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും. യോഹന്നാന്റെ സ്ഥാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകനുണ്ടല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു തരാം, എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഇത് പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും ഏത് അധികാരം കൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ചോദിച്ചൊരു ചോദ്യം, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? അവിടെയും സ്നാനത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു കർത്താവ്. അത് മാനസാന്തര സ്നാനത്തെ കുറിച്ച് തന്നെ ചോദിക്കുന്നത്. ന്യായശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും കൂടെ ഇത് വിശ്വസിക്കുന്നു എന്നറിയാൻ വേണ്ടി ചോദിച്ചൊരു ഭാഗമാണ്. ഈ ഭാഗത്തും സ്നാനത്തെ കുറിച്ച് മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അത് യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തെ കുറിച്ചാണ്. ഇനിയും 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മിനിമം വായിക്കാമോ? Matthew chapter 28 verse 19. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഇത്രയുമാണ് നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ സ്നാനത്തെ കുറിച്ച് കാണുന്ന ഭാഗം. ഇനി വരുന്ന മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ പറയുന്ന ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഈ മത്തായിൽ വന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോകും. ഞാൻ ഇതെല്ലാം എടുക്കുന്നതിന്റെ കാര്യം, സ്നാനത്തെ കുറിച്ച് ഈ സുവിശേഷങ്ങൾ ഉൾപ്പെടെ, ലേഖനങ്ങൾ ഉൾപ്പെടെ പല ഭാഗത്തും പറയുന്നുണ്ട്. ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട്, 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മിനിമം വായിച്ചു. യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവന്റെ അടുക്കൽ യഹൂദദേശമൊക്കെയും യെരൂശലേമിൽ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. അപ്പം സ്നാനം നദിയിലാണ് കഴിഞ്ഞത്. സ്നാനം എവിടെ നടന്നത്? നദിയിലാണ്. യോർദാൻ നദിയിലായിരുന്നു യോഹന്നാന്റെ സ്നാനം നടന്നത്. യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്ഥലം യോർദാനിലായിരുന്നു. ആ യോർദാൻ നദിയിലാണ് ആര് സ്നാനപ്പെട്ടത്? യേശു കർത്താവ് സ്നാനപ്പെട്ടത്. അപ്പം കലക്കവെള്ളത്തിലാണോ മുങ്ങുന്നതൊക്കെ ചോദിക്കുന്നതിനകത്ത് മറുപടികളുണ്ട്.
നദിക്കകത്തായിരുന്നു എന്ത്? യേശു സ്നാനം. യേശു കർത്താവ് സ്നാനപ്പെട്ടത്. വായിച്ചോ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും. അത് മതി. ഇനി 10-ാം അധ്യായം 38-39 വായിക്കാം. മാർക്ക് ചാപ്റ്റർ 10 verse 38-39. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അവൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുത്ത് വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതിയായവർ അവരിൽ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു സ്ഥാനമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കുവാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. സത്യത്തില് യേശു കർത്താവ് ഇവിടെ പറഞ്ഞ സ്നാനം അവന്റെ കഷ്ടതയെ കുറിച്ചാണ്. യേശു കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ കഷ്ടത അനുഭവിക്കുന്നവർക്ക് എവിടെ ഇരിക്കാൻ കഴിയും? മഹത്വത്തിൽ ഇരിക്കാൻ കഴിയും. അപ്പം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയോ ഉയർച്ചയുടെയോ ഒന്നുമുള്ള ഒരു ജീവിതമല്ല. ഇതിനകത്തുണ്ടെങ്കിലും അതല്ല. അപ്പം യേശു കർത്താവ് കഷ്ടതയിലൂടെയാണ് കടന്നുപോയത്. അത് ഏൽക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ, അത് ഏൽക്കുവാൻ തയ്യാറാണെങ്കിൽ എന്ത് പ്രാപിക്കാൻ കഴിയും? ആ മഹത്വത്തിനകത്ത് ഇരിക്കുവാൻ കഴിയുമെന്നാണ് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് 38 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇതെല്ലാം നിങ്ങൾ കുറിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ റെഫറൻസ് എല്ലാം പറയുന്നത്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത്. എന്നോട് ഉത്തരം ഇത് നമ്മളെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശദീകരിച്ച ഭാഗമാണ്. യേശു കർത്താവിന്റെ അധികാരം ഉറപ്പിക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് ഈ മർക്കോസ് സുവിശേഷത്തിൽ അതും വന്നിട്ടുണ്ട്. ഈ മത്തായിയിൽ വന്നിട്ട് കാര്യങ്ങൾ മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും ഒക്കെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം വിടുകയാണ്. ഇത് നമ്മളെ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ച ഒരു വാക്യമാണ് 16:16. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ ഭാഗം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പം മത്തായിൽ മർക്കോസിൽ പറഞ്ഞ റെഫറൻസുകളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലൂക്കോസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. അവൻ യോർദ്ദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നിറന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞതു ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാൽ സ്നാനം ഏൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഓക്കെ, നമ്മള് ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കിയ ഭാഗങ്ങളാണ്. ഇനി പറയാൻ 1-2 ഇപ്പൊ 7:29 വായിച്ചു. 3 മുതൽ 21 വരെ. അടുത്തത് 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. അത് യോഹന്നാന്റെ സ്നാനം എഴുതുന്നത് നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ റെഫർ ചെയ്തതാണ്.
7:30, 12:50 വാക്യത്തിൽ എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. അത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. അത് 20-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ എന്നുള്ള ഒരു ഭാഗമാണ്. ഒന്ന് എടുക്കാൻ പറ്റും. ലൂക്കോസിന് സുവിശേഷം 20-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ ചിന്തിച്ച ഒരു ഭാഗം തന്നെയാണ്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ ഈ ഭാഗം നമ്മള് കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ ചിന്തിച്ചാണ്. ഇത് ഇപ്പൊ മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഈ 3 അധ്യായത്തിനകത്ത് റെഫറൻസ് സ്നാനത്തെ കുറിച്ചുള്ളത് നമ്മള് ചിന്തിച്ചു. ഇനി നമ്മൾ യോഹന്നാനിലേക്ക് വരികയാണ്. യോഹന്നാനിലും 1-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചാൽ കുറച്ചൊരു വിശദമായിട്ട് യോഹന്നാനിലേക്ക് ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല ഇന്നുവരെയും നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബേഥേനിയയിൽ സംഭവിച്ചു. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമുണ്ട്. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദാദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. യോഹന്നാനും വായിച്ച ഭാഗം. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അപ്പം യേശു കർത്താവ് സ്നാനം കഴിപ്പിച്ചില്ല എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ സ്നാനത്തെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു തർക്കമായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു വാക്യം ഇതാണ്: യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോട് കൂടെ എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാ വായിക്കുന്നത്. സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം യേശു കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനം കഴിപ്പിച്ചിട്ടുണ്ടെന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് സത്യത്തിൽ തർക്ക വിഷയമായ ഒരു ഭാഗമാണ്. എങ്കിലും ഈ വാക്യം നമുക്കത് തെളിയിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. ഓക്കെ. യോഹന്നാനും ശലേമേനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വായിച്ചേ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു. സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പറയാണ് ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താൻ. അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു എന്ത് ചെയ്തിട്ടില്ല? യേശു സ്നാനം കഴിപ്പിച്ചിട്ടില്ല, ശിഷ്യന്മാരാണ് എന്ത് ചെയ്തത്? സ്നാനം കഴിപ്പിച്ചത്. അപ്പം തർക്കമുണ്ടാകുന്ന ഒരു ഭാഗം അവിടെയാണ്. ആ വാക്യത്തിനകത്ത്
എന്താ നമ്മൾ വായിച്ചേ? യേശു സ്നാനം കഴിപ്പിച്ചെന്നു. ഇവിടോട്ട് വരുമ്പം വ്യക്തമായിട്ട് പറഞ്ഞു എന്ത് ചെയ്തിട്ടില്ല, കഴിപ്പിച്ചിട്ടില്ല താനും എന്ന് പറയും. അപ്പം ഈ രണ്ട് വാക്യം വെച്ചുകൊണ്ട് ഈ സ്നാനം, യേശു സ്നാനം കഴിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയത്തെ കുറിച്ച് തർക്കിക്കുന്ന ഭാഗമാണ്. അപ്പൊ ഈ രണ്ട് വാക്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്നാനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട വാക്യം, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ്. വ്യക്തമായി ഇവിടെ പറയുന്നു യേശു സ്നാനം കഴിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ യേശു സ്നാനം കഴിപ്പിച്ചതായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് വരികയാണ്. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാമത്തെ വാക്യം. യോഹന്നാൻ 10:40. അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. പലരും അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് ഏറ്റവും അധികം സ്നാനങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്ന ഒരധ്യായം. പുസ്തകം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒത്തിരി ഇടത്ത് സ്നാനം എന്നുള്ള വിഷയം, നമ്മൾ സ്നാനം എന്നുള്ള വിഷയം പഠിക്കുന്നതുകൊണ്ടാണ് ഇത്ര അത് റെഫറൻസ് എടുക്കുന്നതായിട്ട് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾ ഇനി ഏറിയ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഇവിടെ വ്യക്തമായിട്ട് ഒരു വലിയ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു ഭാഗമാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. അപ്പം പരിശുദ്ധാത്മാവ് ഇല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ലഭ്യമായിട്ടില്ല, കൊടുത്തിട്ടില്ല, അത് അന്ന് മാത്രം ഉണ്ടായിരുന്നുണ്ടെന്ന് പറഞ്ഞാല് നമുക്ക് അംഗീകരിക്കാനായിട്ട് എഴുതില്ല. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചു വരുമ്പോൾ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണത്. എന്താ? ഏറിയ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്താ? സ്നാനം ലഭിക്കും. അപ്പം ഈ സ്നാനം എന്ന് പറയുന്നത് ഒരിക്കൽ കിട്ടിയിട്ട് പിന്നൊരിക്കൽ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഒരിക്കൽ കിട്ടിയിട്ട് പിന്നൊന്ന് നിർത്തിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ ഒരിക്കൽ സഭയ്ക്ക് കൊടുത്തത് അത് എന്നേക്ക് എന്ത് ചെയ്യുന്നതാണ്? നിലനിൽക്കുന്നതാണ്. ഇതിനോട് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ചെയ്യും? സ്നാനം ലഭിക്കുമെന്ന് പറയുകയാണ്. 22-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന കാര്യം, പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം ഏൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പം പരിശുദ്ധാത്മാവ് എന്ന ദാനം സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയുടെ മേൽ ലഭിക്കും. അതില്ലെന്നോ നിന്നുപോയെന്നോ പഠിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. വ്യക്തമായിട്ട് വേദപുസ്തകം അതെന്ത് ചെയ്യുന്നു? നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇത് കാശ് കൊടുക്കുകയല്ല, ഇത് ദാനമാണ്. ഇത് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യും? ദാനമായി ലഭിക്കുന്ന ഒന്നാണ്. ഇത് ഓരോരുത്തർക്കോ ഒന്നോ രണ്ടോ വ്യക്തികൾക്കോ ലഭിക്കുന്നതാണ്. ഇത് ദാനമായിട്ട് ലഭിക്കുന്നതാണ്. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലേ. അപ്പം വളരെ വ്യക്തമായി നമ്മൾ ഈ സ്നാനത്തെ കുറിച്ച് ചോദിക്കുക. ഇപ്പം 41-ാമത്തെ വാക്യം നമ്മൾ മുമ്പേ വായിച്ചതാണ്. അവരുടെ വാക്കുകൊണ്ട് എന്ത് ചെയ്തു? സ്നാനമേറ്റ് അന്ന് 3000 പേരെന്ത് ചെയ്തു? അവരോട് ചേർന്നു. സമയ വേഗത്തിലുള്ള ഓടിപ്പോവുകയാണ്. ഇന്നത്തെ സമയം നമ്മുടെ അവസാനിക്കുക. ഓക്കെ, ബാക്കിയുള്ള അടുത്ത ആഴ്ച നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം ലേഖനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോട് ഈ മക്കള് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഓർപ്പിക്കാം. ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഇത്രത്തോളം സമയം കർത്താവെ ഈ ഭാഗങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, സ്നാനത്തിന്റെ ആ പ്രാധാന്യവും ദൈവത്തിന്റെ ആ കൽപ്പനയും അനുസരിച്ച് മുന്നേറുവാൻ
ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ആരെങ്കിലും ഈ രക്ഷയിലേക്ക് വരുവാനുണ്ടെങ്കിൽ ദൈവം അവരെ വേഗത്തിൽ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആരും സ്നാനപ്പെടാതെ അല്ലെങ്കിൽ ശിക്ഷാവിധി അകപ്പെടുവാൻ ഇടയാകല്ലേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അല്ലെങ്കിൽ അങ്ങയുടെ രക്ഷ അനുഭവിച്ച് മുന്നേറുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.